കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഭയെയും ഈ ലോകത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ചില സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ച പരിശുദ്ധയമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകം വലിയ വിറയലോടെ ഇന്ന് ഏറ്റെടുക്കുവാൻ നിർബന്ധിതമാവുകയും കാലം സത്യമെന്ന് തെളിയിക്കുകയും ചെയ്ത ചില വിലപ്പെട്ട മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിച്ചത് ഫ്രാൻസിലെ ലാസലറ്റിൽ നിന്നാണ്. പരിശുദ്ധ കന്യകാമറിയം ഫ്രാൻസിലെ ലാസലറ്റ് എന്ന സ്ഥലത്ത് 1846 സെപ്റ്റംബർ മാസത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് വേണ്ട വളരെ പ്രസക്തമായതും വളരെ പ്രധാനപ്പെട്ടതുമായ ചില സന്ദേശങ്ങൾ ശക്തമായ ഭാഷയിൽ നൽകിയതിനെ നമ്മൾ ഈ എപ്പിസോഡിലും ഇനി വരാൻ പോകുന്ന 1-2 എപ്പിസോഡിലും മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. സെപ്റ്റംബർ 19 ഫ്രാൻസിലെ ലാസ്ലേറ്റിൽ ഇടയ ബാലന്മാരായിരുന്ന മെലാനി, മാക്സിമിൻ എന്നീ ഇടയക്കുട്ടികൾക്ക് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടു നൽകിയ പ്രവചനങ്ങൾ ചരിത്രത്താളുകളിൽ പൂർത്തിയാക്കപ്പെട്ടതിന് കാലം കണ്ണീരുകൊണ്ട് സത്യമെന്ന് രേഖപ്പെടുത്തി. 14-കാരി മെലാനി മെത്യുവിനും 11-കാരൻ മാക്സിമിൻ ഗെറാഡിനും അമ്മ പ്രത്യക്ഷപ്പെട്ടത് കണ്ണുനീർ വാർത്തുകൊണ്ടും തൻ്റെ മക്കളെ പ്രതി തീവ്രമായ വ്യാകുലത്തിൽ മുഴുകിയുമായിരുന്നു. സൂര്യനെ വെല്ലുന്ന പ്രകാശവലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകി വീണുകൊണ്ടിരുന്ന കണ്ണുനീർ തുള്ളികൾ കുട്ടികളെ അതീവ ദുഃഖിതരാക്കി. സാവകാശം കുട്ടികളെ തൻ്റെ സമീപത്തേക്ക് വിളിച്ച അമ്മ താൻ പറയുന്നതെല്ലാം ലോകത്തോട് പറയണമെന്ന് അവർക്ക് നിർദ്ദേശം നൽകി. എൻ്റെ മക്കൾ എൻ്റെ മുന്നറിയിപ്പുകൾ ശ്രവിക്കാത്ത പക്ഷം എൻ്റെ തിരുക്കുമാരൻ്റെ കരങ്ങൾ തടഞ്ഞു നിർത്താൻ എനിക്ക് സാധിക്കാതെ വരുമെന്നും അമ്മ താക്കീത് നൽകി. എത്രയധികം പ്രാർത്ഥിച്ചാലും പരിഹരിക്കാനാകാത്ത ഭീകര തിന്മകൾ ലോകത്തിൽ അരങ്ങേറുമെന്നും മാനസാന്തരത്തിനുള്ള സമയം അത്യാസന്നമായെന്നും അമ്മ മുന്നറിയിപ്പുകൾ നൽകി. പ്രിയമുള്ളവരെ, ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടമായിരുന്നു 1840 കാലഘട്ടങ്ങൾ. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന വിപ്ലവങ്ങളും നെപ്പോളിയന്റെ കടന്നുവരവും അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന കോളറ പോലെയുള്ള മാരകമായ ചില പകർച്ചവ്യാധികളുമൊക്കെ ഫ്രാൻസിനെ ആകെ തളർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ വിശ്വാസച്യുതി വ്യാപകമായിരുന്ന ഒരു പ്രതിഭാസവും സഭയിൽ ഉടലെടുക്കുവാൻ തുടങ്ങി. കത്തോലിക്ക ദേവാലയങ്ങൾ വിജനമാകുവാൻ തുടങ്ങി. കൂദാശകൾ അവഗണിക്കപ്പെടുവാൻ തുടങ്ങി. ആളുകൾ ഈ ലോകത്തിൻ്റെതായ ചിന്താധാരകളിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. ആത്മീയത സമൂഹത്തിൽ നിന്നും
സഭയിൽ നിന്നുമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില പ്രതിഭാസങ്ങൾ സമൂഹത്തിലും സഭയിലുമൊക്കെ ഉടലെടുക്കുവാൻ തുടങ്ങി. ഇപ്രകാരം ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആത്മീയ ച്യുതിയിലൂടെ സഭയും സമൂഹവുമൊക്കെ നടന്നുപോയ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിശുദ്ധ കന്യകാമറിയം ഫ്രാൻസിലെ ലാസലറ്റിൽ പ്രത്യക്ഷപ്പെടുക. പരിശുദ്ധ അമ്മ ലാസലറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് മെലാനി എന്ന് പറയുന്ന ഒരു 15 വയസ്സുകാരിക്കും മാക്സിമിൻ എന്ന് പറയുന്ന ഒരു 11 വയസ്സുകാരനുമാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നമ്മളെ സഹായിക്കും. മെലനിയുടെ കുടുംബത്തിൽ അനേകം അംഗങ്ങളുള്ള കുടുംബമായിരുന്നു. എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരുന്ന ആ കുടുംബത്തിൽ തൻ്റെ 8ാമത്തെ വയസ്സിൽ തന്നെ തൻ്റെ പിതാവിനെ സഹായിക്കുവാനായി അടുത്തുള്ള വീടുകളിലൊക്കെ പോയി ജോലി ചെയ്ത് മെലനി സമയം ചെലവഴിക്കുവാൻ പരിശ്രമിച്ചു. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന തൻ്റെ കുടുംബത്തെ പിതാവിനോട് ചേർന്ന് സഹായിക്കുവാൻ ആ മകൾ സന്നദ്ധയായി മുന്നോട്ട് വന്നു. അവൾ സ്കൂളിൽ പോയിട്ടേയില്ല. ഇപ്രകാരം പല വീടുകളിലൊക്കെ പോയി പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യേണ്ടതിനാൽ ദേവാലയത്തിൽ പോകുവാൻ അവൾക്ക് ഒരുപാട് സമയങ്ങൾ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് വളരെ വിരളമായി മാത്രമേ അവൾ വിശുദ്ധ ബലിയർപ്പിക്കുന്നതിനായി ദേവാലയത്തിൽ പോകാറുള്ളൂ. അങ്ങനെ പല വീടുകളിലും ജോലി ചെയ്ത് വീട്ടുവേല ചെയ്ത് തൻ്റെ കുടുംബത്തെ സഹായിച്ചിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു മെലനി. മാക്സിമിൻ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന കുട്ടിയാണ്. അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ അമ്മ നഷ്ടപ്പെട്ടു. ഇപ്രകാരം അമ്മയില്ലാതെ വളർന്നു വന്ന ഒരു കുട്ടിയാണ് മാക്സിമിൻ. തൻ്റെ പിതാവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും രണ്ടാം അമ്മയുടെ സ്നേഹം മാക്സിമിന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ആയതിനാൽ വീട്ടിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കുവാൻ അവൻ ആഗ്രഹിച്ചു. വീട്ടിൽ രണ്ടാം അമ്മയോട് ചേർന്ന് വീട്ടിലായിരിക്കുവാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് പുറത്ത് തെരുവുകളിലും കൂട്ടുകാരുടെ കൂടെയും മലയോരങ്ങളിലുമൊക്കെ അവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഇപ്രകാരം തൻ്റെ കുട്ടിക്കാലത്ത് ബാല്യകാല ജീവിതം വളരെ വിരസമായി മറ്റുള്ളവരുടെയൊക്കെ കൂടെ വീട്ടിൽ നിന്നും അകന്നൊക്കെ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാലികളെ മേയ്ക്കുവാൻ, മാടുകളെ മേയ്ക്കുവാൻ മാക്സിമിൻ നിയോഗിക്കപ്പെടുകയാണ്. കോർപ്സ് എന്ന് പറയുന്ന ആൽപ്സ് പർവ്വതനിരകളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലാണ് മാക്സിമിൻ താമസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് തൻ്റെ പിതാവിനാൽ നിയമിക്കപ്പെട്ട് തൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ആടുകളെ മേയ്ക്കുവാനായി കൊച്ചു കുട്ടി പോവുകയുണ്ടായി. അവിടെ വെച്ച് ആടുകളെ മേയ്ക്കുവാൻ പോകുന്ന ആ സമയത്ത് മെലനിയുമായി മാക്സിമിൻ പരിചയപ്പെടുകയാണ്. രണ്ടുപേരും തങ്ങളുടെ യജമാനന്മാരുടെ കന്നുകാലികളെ മേയ്ക്കുവാനായി മലയുടെ മുകളിലേക്കും മലയുടെ ചെരുവുകളിലേക്കുമൊക്കെ പോയി കന്നുകാലികളെ മേയ്ക്കുന്ന പതിവുണ്ടായി. അങ്ങനെ 1846 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് ആദ്യമായി മെലനിയും മാക്സിമും തമ്മിൽ കാണുക. അവർ ആദ്യത്തെ ആ കൂടിക്കാഴ്ചയിൽ തന്നെ തങ്ങൾ ഒരേ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എന്ന്, കോർപ്സ് എന്ന് പറയുന്ന ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് തങ്ങൾ രണ്ടുപേരും വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയും ഒരേ ഭാഷ തന്നെയാണ്. അതുകൊണ്ട് അവർ പെട്ടെന്ന് സൗഹൃദത്തിൽ അടുത്തു. എന്നാൽ തങ്ങളുടെ ഗ്രാമത്തിലായിരുന്നപ്പോൾ ഈ രണ്ടുപേരും നേരത്തെ കണ്ടിട്ടില്ല, അവർ സംസാരിച്ചിട്ടില്ല. ഇപ്രകാരം യജമാനന്മാരുടെ ആടുകളെ മേയ്ക്കുന്ന ആ ജോലിയുടെ ഇടയിലാണ് ഇവർ രണ്ടും പരിചയപ്പെടുക. ഇപ്രകാരം തങ്ങൾ ഒരു സ്ഥലത്തു നിന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ നല്ല കൂട്ടുകാരായി. ഇനി എപ്പോഴും
കന്നുകാലികളെ മേയ്ക്കുവാൻ ഒന്നിച്ച് പോകാമെന്നും ഒന്നിച്ച് പരസ്പരം സഹായിക്കാമെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം തൻ്റെ യജമാനൻ്റെ വീട്ടിലേക്ക് കന്നുകാലികളെ മേയിച്ച് പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, 1846 സെപ്റ്റംബർ മാസം 19 മെലനിയും മാക്സിമും കന്നുകാലികളെ മേയിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഉച്ചഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഒരുക്കി കുന്നിൻ മുകളിലേക്ക് പോവുകയാണ്. അതൊരു ശനിയാഴ്ചയായിരുന്നു. അന്നെന്തോ പ്രത്യേകമായ ഒരു ആഹ്ലാദം ഈ കുഞ്ഞുങ്ങളിൽ കാണുവാനായിട്ട് സാധിച്ചു. തങ്ങൾക്ക് വളരെ തങ്ങളുടെ തന്നെ ഭാഷ സംസാരിക്കുന്ന തങ്ങളുടെ തന്നെ ഗ്രാമത്തിലുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയതിൻ്റെ സന്തോഷം മെലനിക്കും ഒരു കൂട്ടുകാരെ കിട്ടിയതിൻ്റെ സന്തോഷം മാക്സിമിനും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തുള്ളിച്ചാടി ആടുകളെ മേയ്ക്കാൻ മലമുകളിലേക്ക് ലാസലറ്റ് മലയുടെ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ആടുകളെയൊക്കെ മേയിച്ച് അവരിങ്ങനെ സന്തോഷത്തോടെ തുള്ളിച്ചാടി നടന്ന സമയത്ത് കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കുവാനുള്ള സമയമായി. അങ്ങനെ അവരെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു നീർച്ചാലിനടുത്ത് കൊണ്ടുവന്ന് വെള്ളമൊക്കെ കോരിക്കൊടുത്ത് ഗാർഗസ് മലയുടെ അടിവാരത്ത് മേയുവാനായി കന്നുകാലികളെ അവർ വിട്ടു. ഉച്ചസമയമായതിനാൽ ഉച്ചഭക്ഷണം കഴിക്കുവാൻ യജമാനന്മാരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണപ്പൊതിയുമായി അവർ അടുത്തുണ്ടായിരുന്ന ഒരു നീർച്ചാലിനടുത്തേക്ക് നീങ്ങുകയാണ്. അവിടെ വെച്ച് തങ്ങൾ കൊണ്ടുവന്ന ബ്രെഡും വെണ്ണയും കഴിച്ച് സംതൃപ്തനായതിനു ശേഷം അടുത്തുണ്ടായിരുന്ന ഒരു പുൽത്തകിടിൽ കിടന്ന് അവർ ഉറങ്ങി. ആ ദിവസം ഏതാണ്ട് 1.5 മണിക്കൂർ നേരം അവർ ഉറങ്ങി. ഇപ്രകാരം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മെലനി പെട്ടെന്ന് എഴുന്നേറ്റ് കന്നുകാലികളെ നോക്കിയപ്പോൾ കാണാനില്ല. അവൾ പേടിച്ചു. തൻ്റെ കന്നുകാലികൾ എവിടെ പോയി എന്ന് ചിന്തിച്ച് ഉടനെ മാക്സിമിനെ വിളിച്ച് അവനെയും ഉണർത്തി. രണ്ടുപേരും നോക്കിയപ്പോൾ കന്നുകാലികളെ കാണാനില്ല. പെട്ടെന്ന് അവർ ഓടി കന്നുകാലികളെ കണ്ടുപിടിക്കുവാനുള്ള അന്വേഷണമായി. അങ്ങനെ തിരഞ്ഞപ്പോൾ ദൂരെയുള്ള ഒരു മലയുടെ അടിവാരത്തിൽ കന്നുകാലികൾ മേയുന്നതായി അവർ കണ്ടു. അതിനുശേഷം തങ്ങൾ നിന്നിരുന്ന നീർച്ചാലിനടുത്തേക്ക് അവർ തിരിച്ചു വരികയാണ്. ഇപ്രകാരം തങ്ങൾ നിന്നിരുന്ന നീർച്ചാലിനടുത്തേക്ക് അവർ തിരിച്ചു വന്നപ്പോൾ അടുത്ത് ഒരു വലിയ പ്രകാശഗോളം മെലനി കണ്ടു. ഒരു പ്രത്യേകമായ ഒരു പ്രകാശഗോളം കാണുകയാണ്. ഇതിലെന്തോ അസ്വാഭാവികതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മെലനി നോക്കി പെട്ടെന്ന് മാക്സിമിനെയും വിളിച്ച് ആ പ്രകാശഗോളം കാണിച്ചു കൊടുത്തു. മാക്സിമിനും കണ്ടപ്പോൾ അമ്പരന്ന് പോയി. എന്ത് വലിയൊരു പ്രകാശഗോളം! ഇതുവരെ ലാസലറ്റ് മലയിൽ കാണാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രകാശഗോളം അവർ കണ്ടു. അവർ സൂക്ഷിച്ചു നോക്കി, ഭയത്തോടു കൂടി നോക്കിയപ്പോൾ ആ പ്രകാശഗോളത്തിന് ഉള്ളിൽ ഒരു സ്ത്രീ രൂപം അവർ ദർശിച്ചു. ഇപ്രകാരം ഒരു പ്രകാശഗോള സ്ത്രീ രൂപം കാണുമ്പോൾ അവർ കണ്ടത് ഇപ്രകാരമാ: തൻ്റെ ഇരു കൈകളിലും മുഖം പൊട്ടിക്കരയുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് അവർ ആ പ്രകാശഗോളത്തിൽ കാണുക. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ തൻ്റെ മുഖം ഉയർത്തി കുഞ്ഞുങ്ങളെ നോക്കുകയാണ്. അപ്പോൾ ആശ്ചര്യത്തോടും ഭയത്തോടും കൂടി വിറയലോടുകൂടി നിന്നിരുന്ന ഈ 2 കുട്ടികളോടും ഈ സ്ത്രീ ആ പ്രകാശഗോളത്തിന് ഇപ്രകാരം പറഞ്ഞു: ഭയപ്പെടേണ്ട, അടുത്തു വരൂ, നിങ്ങളോട് ഒരു വലിയ വാർത്ത സംസാരിക്കുവാനായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, അടുത്തു വരൂ. ഈ സ്വരം കേട്ട ഉടനെ തന്നെ കുട്ടികളുടെ ഭയമെല്ലാം മാറി അവർ ഓടി ഈ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്ത് ചെന്നപ്പോൾ ഈ സ്ത്രീയിൽ കണ്ട ചില പ്രതിഭാസങ്ങൾ കുട്ടികളെ അമ്പരപ്പിച്ചു. അവർ കാണുന്ന ഇപ്രകാരമാ: ഈ സ്ത്രീ നിൽക്കുന്നത് റോസാ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു താലത്തിന് മുകളിലാണ്. അവളുടെ ചെരുപ്പും വെള്ളച്ചെരുപ്പും അതിന് ചുറ്റുപാടുമുള്ള എല്ലാം റോസാ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു. അവളുടെ ശിരസിലും റോസാ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം അവർ കണ്ടു. വ്യത്യസ്ത തലങ്ങളിലുള്ള നിറങ്ങളിലുള്ള കിരീടം കണ്ടു. അവളുടെ നെഞ്ചിൽ ചങ്ങല പോലെ ഒരു പ്രത്യേകമായ ഒരു ഉപകരണം അവർ കണ്ടു. അതും ചങ്ങലകൾ മുഴുവനും റോസാ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ച അവൾ കാണുകയാണ്. എന്നാൽ
അവർ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കാഴ്ച ഈ സ്ത്രീയിൽ കണ്ടു. അവളുടെ കഴുത്തിൽ ഒരു കുരിശുമാല തൂങ്ങിക്കിടന്നിരുന്നു. ഈ കുരിശുമാലയിൽ അവർ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത ദർശിച്ചു. തൂങ്ങപ്പെട്ട ഈശോയുടെ ആ രൂപം വെച്ചുകൊണ്ടുള്ള ഏതാണ്ട് 8 ഇഞ്ചോളം നീളം വരുന്ന ആ കുരിശുമാലയുടെ കർത്താവ് കരങ്ങൾ വിരിച്ച് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആ രൂപത്തിൻ്റെ ഒരു കരത്തിന് അപ്പുറത്ത് ഒരു ചുറ്റികയും ഇപ്പുറത്തെ കരത്തിനോട് ചേർന്ന് ഒരു കൊടിലും അവർ ദർശിച്ചു. ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള കുരിശു രൂപം അവർ കണ്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ കുരിശു രൂപത്തിൽ നിന്നാണ് ആ പ്രകാശം മുഴുവനും പരന്നുകൊണ്ടിരുന്നത് അന്ന് അവർക്ക് മനസ്സിലായി. ഇപ്രകാരം അവർ ആശ്ചര്യത്തോടും വിസ്മയത്തോടും കൂടി ഈ സ്ത്രീയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ സ്ത്രീ ഈ മക്കളെ വിളിച്ച് ചില സന്ദേശങ്ങൾ അവർക്ക് കൈമാറി. മാക്സിമിനെ വിളിച്ച് രഹസ്യമായ ചില സന്ദേശങ്ങൾ അവനോട് ഈ സ്ത്രീ പറഞ്ഞു. അപ്പോൾ മെലനിയെയും വിളിച്ച് രഹസ്യമായ ചില സന്ദേശങ്ങൾ അവൾക്കും കൊടുത്തു. പിന്നെ 2 കുഞ്ഞുങ്ങളെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ച് അവർക്കും 2 പേർക്കുമായി പൊതുവായ ചില സന്ദേശങ്ങളും ഈ സ്ത്രീ നൽകുകയുണ്ടായി. ഈ സ്ത്രീയിൽ ഈ മക്കൾ കണ്ട ഒരു പ്രത്യേകത ഇപ്രകാരമാണ്. ഈ സ്ത്രീ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ ആ സന്ദേശങ്ങൾ മുഴുവനും കരഞ്ഞുകൊണ്ടാണ് ഈ മക്കൾക്ക് നൽകുക. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ മക്കൾ കാണുന്ന ഇപ്രകാരമാ, കണ്ണിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുന്ന രീതിയിൽ അവളുടെ കണ്ണിൽ നിന്ന് താഴേക്ക് ചാടുന്നെങ്കിലും അത് നിലത്ത് മുട്ടിയിരുന്നില്ല. വായുവിൽ ആ കണ്ണുനീർത്തുള്ളികൾ വീണ് അത് അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. നിലത്ത് ആ കണ്ണുനീർത്തുള്ളികൾ വീഴുവാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല. ഇപ്രകാരം വലിയ നൊമ്പരത്തോടും വേദനയോടും കൂടി കരഞ്ഞുകൊണ്ട് കണ്ണീർത്തുള്ളികളുമായി പരിശുദ്ധ അമ്മ ലാസലറ്റിൽ ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം കരഞ്ഞുകൊണ്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ലാസലറ്റിൽ സന്ദേശം നൽകുക? 2 കാര്യങ്ങളാണ് അതിനെ ചുറ്റിപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു വ്യക്തി കരയുക എന്നാൽ അതിൻ്റെ അർത്ഥം, പ്രിയമുള്ള സഹോദരങ്ങളെ, അത് വെറും ശാരീരികമായ ഒരു പ്രതിഭാസം മാത്രമല്ല. ഒരു കരച്ചിലിൽ വലിയ ഒരു ആന്തരികമായ നൊമ്പരമുണ്ട്. ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ വലിയൊരു വേദനയുടെ ഒരു അണപൊട്ടലാണ് കണ്ണീർ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അത് ചുമ്മാ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതിഭാസമല്ല എന്നും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉണ്ടാകുന്ന നൊമ്പരപ്പെടുത്തുന്ന വേദനകളുടെ ഒരു ഒഴുക്കാണ് കണ്ണീരായി പുറത്തേക്ക് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ലാസലറ്റ് നൽകിയ ഓരോ സന്ദേശങ്ങളും അമ്മയുടെ ഹൃദയത്തിൽ നിന്ന്, ഹൃദയത്തിൻ്റെ നൊമ്പരത്തിൽ നിന്ന് ഒരു വേദനയുടെ വിങ്ങിപ്പൊട്ടലായ അമ്മ നൽകുക. അതുകൊണ്ടാണ് ഇത്രമാത്രം പ്രാധാന്യം ലാസലറ്റിലെ സന്ദേശങ്ങൾക്ക് സഭ കൊടുത്തുകൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന്, ഈ സന്ദേശം നൽകിയിരിക്കുന്ന ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുള്ള നൊമ്പരപ്പെടുത്തുന്ന സന്ദേശങ്ങളാണ് കരച്ചിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാ, ഒരു വ്യക്തി കരഞ്ഞുകൊണ്ടൊരു കാര്യം പറയണമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യമാണ്. ആ വ്യക്തി പറയുന്ന ആ കാര്യത്തിൻ്റെ ഒരു ഏർജൻസി, അത് വലിയ വിങ്ങലായി വരുമ്പോൾ നമ്മളിലൊക്കെ ആരെങ്കിലുമൊക്കെ കരഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്
അത്രമാത്രം ഗൗരവമുള്ളത് കൊണ്ടും അത് അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നത് കൊണ്ടുമാണ് കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ആരെങ്കിലും ചില സന്ദേശങ്ങൾ നൽകുവാൻ തയ്യാറാവുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ലാസരറ്റിലെ സന്ദേശങ്ങൾ അത്ര കാര്യമായി, അത്രമാത്രം ഗൗരവമായി നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി എടുക്കണം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ കഴുത്തിലണിഞ്ഞിരുന്ന് തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ 2 വശങ്ങളിലുമായി കണ്ട ചുറ്റികയ്ക്കും കൊടിലിനും വലിയ പ്രസക്തിയുണ്ട്. അത് ഇപ്രകാരമാ: യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുവാൻ ഉപയോഗിച്ച ആയുധമാണ് ചുറ്റിക. യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുവാൻ ഉപയോഗിച്ച ആയുധം ആയ ഈ ചുറ്റികയാണ് ഒരു കയ്യിൻ്റെ അടുത്ത് തൂങ്ങിക്കിടക്കുക. പ്രിയമുള്ളവരെ, ലാസറിന്റെ സന്ദേശം നമുക്ക് നൽകുന്നത് വളരെ പ്രതീകാത്മകമായ ഒരു സന്ദേശം ചുറ്റികയിലൂടെ നൽകുന്ന ഇപ്രകാരമാ: ഇന്നും ലോകത്തിൻ്റെ പാപങ്ങൾ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ പാപങ്ങൾ യേശുക്രിസ്തുവിനെ ഇന്നും കുരിശിൽ തറച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈശോയോടുള്ള സ്നേഹം കൊണ്ട് അമ്മ കരയുകയാ. നമ്മളുടെ പാപങ്ങളുടെ കാഠിന്യം അത്രമാത്രം വലുതായതുകൊണ്ട് ഈ പാപത്തിൻ്റെ ഒരു പരിണിതഫലവും ഈ പാപത്തിൻ്റെ ഒരു ശിക്ഷയും ആസന്നമായിരിക്കുന്നത് കണ്ട് മനസ്സിലാക്കി പരിശുദ്ധയമ്മ നിലവിളിച്ചുകൊണ്ട് സന്ദേശങ്ങൾ നൽകുകയാണ്. ഹെബ്രായ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുലിഖിതത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ടല്ലോ: യേശുക്രിസ്തുവിനെ നിങ്ങൾ വീണ്ടും വീണ്ടും കുരിശിൽ തറയ്ക്കുന്നുവെന്ന്. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ വീണ്ടും കുരിശിൽ തറച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഈ ചുറ്റിക സൂചിപ്പിക്കുന്നു. ഇനി മറ്റേ കൈയുടെ അടുത്തുള്ള കൊടില്, പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 50 മുതലുള്ള തിരുലിഖിതങ്ങളിൽ അരിമത്യാക്കാരൻ ജോസഫ് കടന്നു വന്ന് കുരിശിൽ തറച്ചിരുന്ന ഈശോയുടെ കരങ്ങളിൽ നിന്ന് ആ ആണി ഊരി മാറ്റി ഈശോയെ സ്വന്തം സ്വീകരിച്ച് സംസ്കരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ കൊടില് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച, ആ ചുറ്റിക കൊണ്ട് അടിച്ച് തറച്ച ആണി ഊരി മാറ്റി അവനെ കുരിശിൽ നിന്നും മാറ്റുന്ന, താഴെ ഇറക്കുന്ന ഒരാശ്വാസത്തിൻ്റെ അടയാളമായ ഇപ്പോഴത്തെ ഈ കൈയുടെ അടുത്ത് കൊടില് രൂപപ്പെടുത്തുക. ലോകത്ത് മറ്റൊരിടത്തും ഇപ്രകാരമുള്ള ചില പ്രത്യക്ഷപ്പെടലുകൾ അമ്മ നൽകിയിട്ടില്ല. ഈ ചിഹ്നങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ലാസരറ്റിൻ്റെ സന്ദേശങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാ: യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത് അവസാനിപ്പിച്ച് അവനെ കുരിശിൽ നിന്ന് അകറ്റുക, അവനെ കുരിശിൽ നിന്ന് മാറ്റുവാൻ പരിശ്രമിക്കുക. കുരിശിൽ നിന്നും അവനെ അടിച്ചു തറച്ച ആണി വലിച്ചൂരി അവൻ ആശ്വാസമായി പരിഹാര പ്രവൃത്തികൾ ചെയ്ത് അവനോട് ചേർന്ന് നിൽക്കുവാൻ ലാസരറ്റിൻ്റെ സന്ദേശങ്ങൾ വ്യക്തിപരമായി എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയിലൂടെ ഈ ലാസരറ്റ് നൽകിയ എത്രമാത്രം പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും വിറയലോടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കേണ്ട ഈ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അടുത്ത 2-3 എപ്പിസോഡുകളിലായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ അത്രമാത്രം ഗൗരവത്തോടെ എടുത്തുകൊണ്ട് അമ്മ കണ്ണീർ പൊഴിച്ചുകൊണ്ട് കണ്ണീർ തുള്ളികളിലൂടെ ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കാം. ഇപ്രകാരം ലാസരറ്റിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ ക്രൂശിക്കുന്നത് അവസാനിപ്പിച്ച് ഈശോയെ കുരിശിൽ നിന്ന് എടുത്തു മാറ്റി നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവിടുത്തെ സ്നേഹിക്കുവാനുള്ള ഒരു കൃപ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ലാസരറ്റിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ലോകത്തിന് വേണ്ടി നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ, മാതാവേ, ലാസരറ്റിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ണുനീരോടുകൂടി ഞങ്ങളോടുള്ള അഗാധമായ സ്നേഹത്തിൽ സന്ദേശങ്ങൾ കൈമാറിയ പരിശുദ്ധ അമ്മേ, ഈ നിമിഷം ലോകം മുഴുവനെയും
അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അമ്മ ഏറ്റെടുക്കണമേ. ഈശോയെ വീണ്ടും വീണ്ടും കുരിശിൽ തറയ്ക്കുന്നത് അവസാനിപ്പിക്കുവാനും പാപത്തിൻ്റെ സുഖങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഈശോയെ വീണ്ടും വീണ്ടും കുരിശിൽ ഞങ്ങൾ തറയ്ക്കുകയാണ് എന്ന ആ ബോധ്യം ഞങ്ങൾ ആഴത്തിൽ ഏറ്റെടുക്കുവാനുള്ള കൃപ അമ്മ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പരോപകാര പ്രവൃത്തികളിലൂടെ പാപത്തെയും പാപസാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് സാത്താനെയും അവൻ്റെ കുടിലതന്ത്രങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് പരിഹാര പ്രവൃത്തികൾ ചെയ്ത് ഈശോയെ കുരിശിൽ തറച്ച ആണികൾ കൊടിലുകൊണ്ട് എടുത്തു മാറ്റി പരിഹാര പ്രവൃത്തികളാകുന്ന പ്രായശ്ചിത്തമാകുന്ന ഈശോയുടെ ആണികൾ വലിച്ചൂരി അവനെ കുരിശിൽ നിന്നും എടുത്ത് ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ലാസറിലെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.